ശുഭാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല രുചിയോടും കൂടെയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ പുലാവാണ് ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. അതിനായിട്ട് ഒരു കടായി ചൂടാക്കാം. ചൂടായ കടായിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ജീരകവും കറുവപ്പട്ട അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഇട്ടിരിക്കുകയാണ്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 3 സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഏകദേശം നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിയുടെ പച്ചമണമെല്ലാം മാറി ഏകദേശം ഒരു കളറൊക്കെ ഒന്ന് മങ്ങി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 2-3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 500 ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുലാവിന് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, എരിവില്ലാത്ത. അതേപോലെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ഗരം മസാല എന്ന് പറയുമ്പോൾ പുലാവിൻ്റെ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നല്ലതുപോലെ നമ്മുടെ ചിക്കനും മസാലയെല്ലാം യോജിപ്പിച്ച് വരുന്ന പോലെ നല്ല രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് ഒന്ന് ചെറുതീയിലിട്ടൊന്ന് വേവിക്കാൻ വെച്ചിരിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് അടപ്പ് തുറന്ന് വീണ്ടും ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പുലാവ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്കിതിലേക്ക് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നേരത്തെ കുറവായിരുന്നു. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്ന് നല്ല തിളയ്ക്കുന്നതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്നതായ റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അടച്ചു വെക്കാതെ നമുക്ക് തുറന്ന് വെച്ചും വേവിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളവും അരിയും ഒരു സമയ രീതിയിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ അടച്ചു വയ്ക്കുകയാണ്. ഏകദേശം 2-3 മിനിറ്റിന് ശേഷം വെള്ളവും അരിയും ഇപ്പോൾ ഇതേപോലെ നമുക്ക് സമരീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറു തീയിലിട്ടൊന്നിന് വേവിച്ചെടുക്കണം. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഗ്യാസിൻ്റെ പുറത്ത് വെക്കാതെ ഇതേപോലെ ഒരു തവ അടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ ഈ കടായി വെക്കുന്നതായിരിക്കും ഒത്തിരി നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കാതെ പോയാൽ തന്നെ അടി പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ പുറത്ത് വെച്ചിട്ടൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് ദം ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ അടപ്പിൻ്റെ പുറത്തിരിക്കുന്ന ഈ ചെറിയ ഹോളിലേക്ക് നമ്മൾ ഒരു ഗ്രാമ്പു വെച്ച് അടച്ചു വയ്ക്കുക. നമ്മുടെ ആവിയൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ചെറു തീയിൽ ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ കിട്ടുന്നതിനായിട്ട് ശുഭാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.